ലോനപ്പാ, ആ പെൺകുട്ടിയുമായി സൈക്കിളിൽ പോയവൻ ഇവിടുത്തുകാരനാണോ? ആളെന്ന് പറയോ? 7 കൊല്ലം ജയിലിൽ കിടന്നവനാ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന്. തൽക്കാലം ജോസേട്ടനെ തട്ടിക്കൊണ്ടുപോയ കഥ ആരും അറിയണ്ട. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല. ജോസ്മാൻ എവിടെ? ജോസേട്ടൻ ഈ സൈക്കിളും എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കിയ ബസ് കയറി ഒളിച്ചോടി പോയി. ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചോടണേന്ന്. അപ്പൊ പറയാ 12-ാം വയസ്സിൽ ഒളിച്ചോടിയതല്ലേ, ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാന്ന്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കിട്ടിയ ബസ് കയറി ഒറ്റ എനിക്ക് പിടിക്കാൻ പറ്റില്ല. ജോസ് അല്ലേ വരുന്നത്? എവിടെ നിൽക്കവിടെ? നിന്റെ പെണ്ണു എല്ലാം പറ്റോടാ? അപ്പോഴും പെണ്ണിന്റെ കാര്യോ ചിന്ത. ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കണ്ണം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ. ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാല് പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ജയിക്കരുത്. അമ്മച്ചി അങ്ങനെയൊക്കെ പറയും. ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോളം. ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും. സ്തുതിയായിരിക്കട്ടെ, ചേട്ടന് സ്തുതി കൊടുക്കുക. സ്തുതിയായിരിക്കട്ടെ. അയ്യോ എന്റെ നടുവെട്ടി എന്റെ മക്കളെ. അയ്യോ വല്യേട്ടന് സ്തുതി കൊടുത്തില്ല. അതിലും വല്ലാത്ത സ്ഥിതിയില്ല ഞാൻ. മക്കള് മുറുകൂട്ടി കിടന്നു. ചേട്ടൻ ഇനി ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? ആ, എന്താ? നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈശോയെ ഒട്ടത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ.